സംഭവം എന്നല്ലേ, ഇന്ന് ഒരു വഞ്ചി പൊട്ടിക്കൽ കാണിക്കാൻ പോവാം. ഇത് കുറേ നാൾ കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല, 3 മാസം കൊണ്ട് ഞാൻ സമ്പാദിച്ച എൻ്റെ വഞ്ചി കണ്ടാ, ചളുക്കം വരെയായി. ഞെക്കി 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 അങ്ങനെയെങ്കിലും ഒന്ന് ഫുള്ളായിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ചാ കേട്ടോ. അപ്പൊ പിന്നെ നമുക്കൊക്കെ പൊട്ടിച്ചാലോ. ഇതിനകത്തേ ഇത് വഞ്ചി എൻ്റെ സേവിങ്സ് അല്ല, ദിയാമോളുടെ സേവിങ്സ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ദിയാമോക്ക് തന്നെ സേവിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എത്ര രൂപ മൊത്തമായിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അപ്പം നമ്മൾ ഈ പരിപാടി തുടങ്ങിയത് ഏകദേശം ദിയാമോക്ക് ഒരു 6 വയസ്സായപ്പോഴാണ്. ഇപ്പോൾ അവൾക്ക് 11 വയസ്സായി. അപ്പോൾ നമ്മൾ അന്ന് മുതൽ ഈ പൊട്ടിച്ച് നമ്മളത് വെച്ചിട്ട് ഒരു സേവിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സേവിങ്സ് എന്താണെന്നും പിന്നെ അത് എങ്ങനെയാണെന്നും ഒക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരും. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട. എൻ്റെ വഞ്ചിയിലെ പൈസ നമുക്ക് കാണാം. കണ്ടാ, ചില്ലറയല്ല, ചില്ലറ വഞ്ചിയല്ല, എല്ലാ വഞ്ചിയുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു വഞ്ചി ഞാൻ പൊട്ടിക്കുമ്പോൾ അടുത്ത വഞ്ചി ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിരിക്കും, എന്നിട്ട് ഒരു വഞ്ചി ഞാൻ പൊട്ടിക്കാറുള്ളൂ. അപ്പോഴേ നമുക്ക് പൊട്ടിച്ച് നോക്കിയാലോ. ഓക്കെ, അപ്പം നമുക്ക് വഞ്ചി പൊട്ടിച്ചാലോ. നല്ല കിലുക്കമുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കിയാൽ എന്തൊക്കെ ഉണ്ടെന്നറിയാം. ഇത് പുതിയ വഞ്ചിയാണ് കേട്ടോ. അപ്പം നമ്മൾ പുതിയ വഞ്ചിയിലെ ഒരാൾ ഈ പഴയ വഞ്ചി പൊട്ടിക്കുന്നതെടുത്ത് അതിൽ നിന്നൊരു പൈസ അതിനകത്ത് ഇട്ടിട്ടേ നമ്മൾ പഴയ വഞ്ചിയിലെ പൈസ നമ്മൾ എന്തിനു മാറ്റാറുള്ളൂ. അപ്പം പഴയ വഞ്ചിയിലെ പൈസ എന്തിനു മാറ്റുന്നു എന്നുള്ളതും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോഴേ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടാ, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ഇതെല്ലാം നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് വഞ്ചി പൊട്ടിക്കാതെ ഇതാ അതിനുവേണ്ടി നമ്മളൊരു കത്തി എടുത്തിട്ടുണ്ട്. കത്തി. ഓക്കെ, അപ്പം നമ്മൾ പൊട്ടിക്കുവാണേ. കത്തി ഉപയോഗിച്ച് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നു. മുറിയുന്നില്ലെന്നേ. അച്ചാച്ചൻ പറയുന്നു നാക്കിട്ട് മുറിക്കാൻ. മുറിച്ച് നോക്കിയാലോ. വേണ്ട, ശരിയാവത്തില്ല. പെട്ടെന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് എനിക്ക് ചീത്ത വരാം. ആ പരിപാടി വേണ്ട. എന്നാൽ പിന്നെ അല്ലാതെ തന്നെ മുറിക്കാം. ഏതായാലും ഒരു വഞ്ചി മുറിക്കല്ലേ, എന്നാൽ പിന്നെ ഡിസൈനായിട്ട് അങ്ങ് മുറിച്ചേക്കാണ്. ദൈവമേ ചാത്തി. വേണ്ട, ഇത് ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയായതുകൊണ്ട് തൽക്കാലം ഞാൻ ഒരു സൈഡ് മുറിച്ചിട്ടുണ്ട്, അത് മതി. എൻ്റെ പൈസ കീറിപ്പോയാലേ, അയ്യോ എൻ്റെ പൈസ കീറിപ്പോയാൽ പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ വഞ്ചി തോരട്ട് കുഴഞ്ഞിട്ടുണ്ടേ. ഇതാ ഇങ്ങനെ വഞ്ചി പൊട്ടിച്ച്. ഇനി വഞ്ചി പൊട്ടിക്കുന്ന കണ്ടിട്ടില്ലെന്ന് പറയില്ല, ഇങ്ങനെ വേണം വഞ്ചി പൊട്ടിക്കാൻ. നല്ല ബുദ്ധിപരമായിട്ട് വഞ്ചി പൊട്ടിക്കണം. അങ്ങനെ എൻ്റെ സമ്പാദ്യപ്പൊടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. 3 മാസം കൊണ്ട് ഞാൻ എടുത്ത സമ്പാദ്യമാണിത്. എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ മാത്രം ഇട്ടതല്ല, ഞാനും അച്ചാച്ചനും കൂടി ഇട്ടതാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ ബന്ധുക്കളൊക്കെ വരുമ്പം ദിയാമോളുടെ കയ്യിൽ പൈസ കൊടുക്കും. അത് നാട്ടു നടപ്പാണല്ലോ. അങ്ങനെ പൈസ കൊടുക്കുന്നത് അവൾ എന്ത് ചെയ്യും ചോദിച്ചാൽ അത് അതേപോലെ കൊണ്ടുവന്ന് ഈ വഞ്ചിക്കകത്തിടും. മുട്ടായി വാങ്ങിക്കാറില്ല, മറ്റൊരു സാധനങ്ങൾക്കും ഉപയോഗിക്കാറില്ല. പിന്നെ ഞങ്ങൾ റേഷനറി വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലെങ്കിൽ പോലും ഈ വഞ്ചിയിൽ നിന്ന് പലപ്പോഴും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. എന്താ നമ്മുടെ ഏത് സിനിമയിലാണോ എന്തോ മമ്മൂക്ക ചെയ്യുന്നത് പോലെ മറ്റേ ഈ എന്താ പറയുന്നത്, മറ്റേ ഈർക്കിലയിൽ ഇച്ചിരി പശ തേച്ചിട്ട് ഇട്ട് എടുത്താലോ എന്ന് ചിന്തിച്ച പല സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. ഇത് ഇപ്പോൾ ഒരുപാട് വർഷത്തെ ഒന്നുമല്ല, ഇതിങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തതാണ്. കാരണം കുഞ്ഞൊരു പ്രായമായപ്പം തൊട്ട്, ഒരു പെൺകുഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട് പ്രായമായപ്പോൾ തൊട്ട് നമ്മൾ ഒരു വഞ്ചി വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അതിനകത്ത് കുറച്ച് പൈസ ആകുമ്പോൾ അത് കൊണ്ടുവന്ന് ഞാൻ ഒരു ഇതിൽ സേവ് ചെയ്യും. പിന്നെ വീണ്ടും ഞാൻ അതുപോലെ ഒരു വഞ്ചി വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഒരെണ്ണം പൊട്ടിക്കുമ്പോൾ അടുത്തൊരെണ്ണം കൂടെ റെഡിയാക്കിയിട്ട് ഞാൻ പൊട്ടിക്കാറുള്ളൂ. അങ്ങനെ വീണ്ടും കൊണ്ടുവന്നൊരു വഞ്ചി വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അതിനകത്തും പൊട്ടിക്കും. അപ്പോൾ അതിനകത്ത് നമ്മളൊരു മാസത്തിൽ ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. ആ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ പൈസ നമ്മളതിനകത്ത് സേവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ സേവ് ചെയ്ത എമൗണ്ട് ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ഫേക്ക് ഒന്നും അല്ല കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൊരു എമൗണ്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിനകത്തിൽ പൈസ ഉണ്ടേ. വാ, എൻ്റെ സമ്പാദ്യം കണ്ട ഇതാ 500-ൻ്റെയൊക്കെ താളുണ്ട് കേട്ടോ. 500-ഉണ്ട്, 100-ഉണ്ട്, ചില്ലറ കുറേ കിലുങ്ങൊന്നുമില്ല. അപ്പോൾ കുറേ കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ദൈവമേ മിന്നിച്ചേക്കണേ. അപ്പോൾ ഈ പിച്ചാത്തി എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിത് കുടഞ്ഞിടാൻ പോകാം.
പിന്നെ വന്നോണ്ടിരിക്കും. അയ്യോ ഒന്നുമില്ല, തീർന്നു. ഇതാ എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് സെറ്റേ. അപ്പം നമുക്ക് എണ്ണാം. ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട, ഇത്രയും പൈസയൊക്കെ ഉള്ളൂ. നമുക്ക് എണ്ണി നോക്കാം കേട്ടോ. 500-നകത്ത് 500 പ്രസവിച്ചതാണോ ഇനി ഇവിടെ ഇരുന്ന്? അതെ, പണ്ടൊരു കലത്തിൻ്റെ ഇത് കേട്ടിട്ടില്ലേ, ഒരാളൊരു പാത്രം വാങ്ങിച്ചോണ്ട് പോയി, അത് പിന്നെ പ്രസവിച്ചിട്ട് തിരിച്ചുകൊണ്ട് കൊടുത്തു. അതുപോലെ വല്ല ആണെന്ന് തോന്നുന്നു. 500-നകത്ത് ഒരു 500 കിട്ടിയേട്ടാ. ചിലപ്പോൾ മിക്കവാറുമൊക്കെ അത് അങ്ങനെ ആയിരിക്കണം. ഈശ്വര, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി അങ്ങ് സ്ഥിരമാക്കായിരുന്നല്ലേ. പിന്നീട് അങ്ങനത്തെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതും പ്രസവിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ വരുമ്പോഴൊക്കെ കുഞ്ഞിന് കൊടുക്കുന്ന പൈസ കേട്ടോ. 500 തന്നെ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടേ. ഇനി കാശ് കിട്ടിയില്ല, കാശ് കാണിച്ചില്ലെന്ന് പറയില്ല, ഇത്രയുണ്ട്. ഓക്കെ, ഇനിയും 50 ആണ്. 50. അയ്യോ, 350 ഉള്ളൂ. 3 ഉള്ളല്ലേ. അപ്പം 50-ന്റെ കണക്ക് മനസ്സിലായല്ലോ. 3 എണ്ണമേ ഉള്ളൂ. ഇനി 10 കുറവാണേ. 10 ചില്ലറയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതേ ഉള്ളൂ 10. 2 2 10. 21. അയ്യോ, ഒറ്റ 100 ഉള്ളൂ. അത് കീറി. അതെനിക്ക് തോന്നുന്നു ഞാൻ വലിച്ചെടുത്തപ്പോൾ കീറിയതാണോ? അയ്യോ, ഇതിനകത്തുണ്ട് അതിൻ്റെ ആ ഒരു ഇത്. കണ്ടോ? ഇത് എൻ്റെ. അപ്പോഴേ ഞാൻ പൈസ എണ്ണാൻ പോവാ കേട്ടോ. അധികമൊന്നും ഇല്ല, എന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് സമ്പാദിക്കാന്ന് പറയില്ലെങ്കിൽ മാറ്റി വെക്കാൻ പറ്റാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഞാൻ 3 മാസങ്ങൾക്ക് മുമ്പേ അതൊന്ന് എടുത്തതാ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ വിരുന്നുകാരെ ആകർഷിക്കുക. അപ്പോൾ അവർ വരുമ്പോൾ പിള്ളേർക്ക് പൈസ കൊടുക്കുക. അപ്പോൾ അതാണ് നമുക്ക് ഒരു ഇൻകമായിട്ട് വരും. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് ഇന്ന് തൊട്ട് വിളിച്ചോ, വരുന്നില്ലേ, എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കണം. അപ്പം അവർ വരുന്നതിനനുസരിച്ച് നമ്മുടെ പിള്ളേർക്ക് ഒരു സമ്പാദ്യമായിട്ട് മാറിയിരിക്കും. അപ്പോൾ ഈ 100 ഞാൻ എന്തോ ചെയ്യും? എനിക്കറിയാമല്ലോ എന്തോ ചെയ്യും. ബാങ്കിൽ കൊടുത്താൽ മാറ്റുമായിരിക്കും അല്ലേ. നോക്കാം. ഇതെന്റെ കയ്യിൽ ഇരിക്കട്ടെ. ഇനി ചില്ലറ എണ്ണട്ടെ. ₹55 ചില്ലറ 5 രൂപ ഉണ്ട് കേട്ടോ. അല്ല, 5 രൂപ അല്ല, 10 കൂടെ ചേർത്ത് 55 രൂപ ഉണ്ട്. അല്ല, 60 രൂപയുടെ ചില്ലറയുടെ ഇതുണ്ട് കേട്ടോ. സ്വർണം, അതെ, സ്വർണം 60 ഉണ്ട്. 5-ന്റെയും 10-ന്റെയും സ്വർണം. മൊത്തം സ്വർണ്ണമാണ്. സ്വർണം ഇങ്ങനെയെങ്കിലും സാധാരണക്കാർക്ക് സ്വർണം കയ്യിലെടുക്കാം. അതേതായാലും ഗവൺമെന്റ് ചെയ്ത നല്ല ഒന്നാമതൊരു പരിപാടി കേട്ടോ. അതപ്പം 65 അല്ല 60. നമ്മൾ ഒരുപാട് നാളിങ്ങനെ ഈ ചില്ലറ പൈസ ഈ വലിയ നോട്ടിന്റെ കൂട്ടത്തിൽ ഇട്ടാലേ അപ്പം അയ്യോ എന്റെ കണക്ക് കിട്ടും. മുണ്ടത്തിൽ ഇതേ അതിനകത്തേ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ആ ചില്ലറയുടെ കൂട്ടത്തിൽ ഒരു ചെറിയ ചില്ലറ ഉണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ കണ്ടിട്ടുണ്ടോന്ന് പോലും അറിയാൻ മേലാത്ത സാധനമാണ്. ഇനി മുന്നോട്ടുള്ള ജനറേഷൻ കാണാനും പോകുന്നില്ല. ഞാൻ സാവകാശം ഇരുന്ന് എണ്ണിട്ടേ അതിന്റെ ലിസ്റ്റ് തരാം. അതായിരിക്കും നല്ലത്. കാരണം അതിന്റെ എമൗണ്ട് ഞാൻ പറയാം. കാരണം എനിക്ക് സമയമില്ല. ചില്ലറ നമ്മൾ അല്ലെങ്കിൽ കടയിൽ മാറ്റി കൊടുക്കുക ചെയ്യാം. എന്തായാലും 200 ശിഷ്ടം ഉണ്ട് എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ നിങ്ങൾക്ക് ഇനി കാണേണ്ട സാധനം ഞാൻ കാണിക്കാന്ന് പറഞ്ഞ സാധനം കണ്ട, 25 പൈസ. ഇതൊന്നും ഇപ്പൊ കാണാൻ പോലും ഇല്ല. ഇതൊക്കെ ആരെടുത്തോണ്ട് പോയോ എന്തോ. ആരാണോ ഇതെല്ലാം കൂടെ മോഷ്ടിച്ച്
ദാ 25 പൈസ. കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടോ, ഇതാണ് 25 പൈസ എന്ന് പറയുന്ന സാധനം. ഇത് എവിടെ കാണിച്ചാൽ ഒന്ന് നല്ലതായിട്ട് കാണുക. ഇതാണേ 25 പൈസ. എങ്ങ് നോക്കിയിട്ടും വെട്ടമില്ല. എന്നാൽ പിന്നെ ഇങ്ങനെ കാണിക്കാന്ന് വെച്ച് കണ്ടല്ലോ. അപ്പം എല്ലാം പറഞ്ഞല്ലേ. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, അപ്പോഴേ ഞാൻ പോയിട്ട് വരട്ടെ. എൻ്റെ മയിൽവാഹനം അങ്ങനെ എൻ്റെ മയിൽവാഹനം വന്നിരുന്നതേ ഇതാ ഇവിടെയാണ്. ഇതേതാ സ്ഥലമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഓമലൂരുള്ള പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. അങ്ങനെ വഞ്ചി പൊട്ടിച്ച് ഞാൻ എൻ്റെ മൊത്തം സമ്പാദ്യം കൊടുത്തേക്കുന്ന ഇവിടെയാണ്. അപ്പോൾ അത് എത്ര ഉണ്ടെന്ന് കാണണ്ടേ. അങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ കുറേ വഞ്ചി പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ പൊട്ടിച്ച വഞ്ചികളെല്ലാം കൂടി ദാ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദാ ഇതും ഇവിടെ തന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആ കസാരയിൽ നിന്ന ചേട്ടൻ അതങ്ങോട്ട് സ്വീകരിച്ചിട്ട് എല്ലാം റെഡിയാക്കി എൻ്റെ കൈ തന്നു. ദാ ഇതാണ് സംഭവം, സുകന്യ. അങ്ങനെ ഓരോ പ്രാവശ്യത്തെ വഞ്ചി പൊട്ടിക്കുമ്പോഴും നമ്മൾ മാസം 1000 രൂപ എന്ന കണക്കിൽ നമ്മൾ അതിങ്ങനെ ലെവൽ ചെയ്ത് വരുവാണ്. അങ്ങനെ ഇത്തവണ ഞാൻ പൊട്ടിച്ചതാണ് 7000 രൂപ കേട്ടോ. ചില ചില്ലറയുണ്ട്, അത് നമ്മൾ എടുത്തിട്ടില്ല കണ്ടോ, കുഞ്ഞിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഇതാണ്ടേ ഇതാണ് നമ്മൾ അടച്ച സുകന്യയുടെ പൈസ എമൗണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദിയ ധനഹ. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്.